ഇപ്പൊ കാന്തപുരം ഉസ്താദിനെ രാഷ്ട്രീയക്കാരനാക്കാൻ അബല് നടക്കണേ. നിങ്ങൾ അങ്ങനെ പറയാന്നല്ലാതെ കാന്തപുരം ഉസ്താദിനെ രാഷ്ട്രീയക്കാരനാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഞങ്ങളെ ഉലമാക്കൾക്ക് സമസ്തയറിയാം, അതിനെ എങ്ങനെ നേതൃത്വം കൊടുക്കണമെന്നറിയാം. നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ AP ഉസ്താദ് ഒരു രാഷ്ട്രീയക്കാരനാന്ന് വരച്ചു തീർത്തിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ നമ്മളെ അലവി ഉപദേശിക്കാൻ, ഏത് കുഴിമണ്ണക്കാരൻ അലവിദാരിമി ഉപദേശിക്കാൻ. എന്താ ഉപദേശിക്കണത്? പണ്ഡിതന്മാരുടെ പണിയെടുക്കണം, രാഷ്ട്രീയക്കാരെ അജണ്ട വേറെയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നാണ് മോലിയരാക്ക ഞമ്മക്ക് ഉപദേശിച്ചിരുന്നത്. രാഷ്ട്രീയക്കാർ അവർക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡവും ആ ലക്ഷ്യവും ആ രൂപത്തിലുള്ള പ്രവർത്തനം പണ്ഡിതന്മാർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? പാണക്കാട് ഹൈദരി തങ്ങൾ ചെയ്ത മാതിരിയൊക്കെ ഉണ്ടാവും. ഇതാരോടാ ഉപദേശിക്കണേ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്നെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുത്തതെങ്കിലും തെളിയിക്കാൻ ചേളാരികളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. ഇത് അലവിദാരമി പാണക്കാട്ടെ തങ്ങൾ പാപ്പാനല്ല ഈ കൊട്ടണേ. ഈ കുട്ടികള് ഞാൻ തങ്ങൾ പാപ്പാനെ ചീത്തറിഞ്ഞു നിന്റെ പിന്നാലെ എടുക്കാൻ. നമ്മളൊരു തങ്ങളി ചീത്ത അറിയില്ല. ചായപ്പീടിന്ന് ഞാൻ ഇക്കുറി ഉംറക്കോയപ്പോ എന്തൊക്കെ സംഭവിച്ചു നിങ്ങൾ? ജിദ്ദ വരെ ഹറമുക്കായി, ജിദ്ദ വരെ അറമുപ്പെട്ടു. ഇതൊക്കെ ഞാൻ പോയിന്റെ ശേഷം ഉണ്ടായതാ. എന്നാൽ ചായപ്പിടി കുത്തിരിക്കണ വർത്താനൊക്കെ റെക്കോർഡാക്കിയിട്ട് അതിന്റെ എടയും നിലൊക്കെ വെട്ടി ബുട്ടിയാല് എങ്ങനെ ഉണ്ടാവും കാര്യങ്ങള്? പണ്ട് വൈദ്യര് വില്ലേക്ക് മരുന്നെഴുതി കൊടുത്ത മാതിരിയാവും. ഉപ്പ് മുളക് തിപ്പല്ലി എന്ന് പറയേണ്ട കൊടുത്ത് ഉപ്പ് മുളകൂതി പല്ലി എന്ന് പറഞ്ഞിട്ട് പല്ലി വെക്കാണ്ടോ അല്ലെങ്കിൽ പല്ലി എവിടെ വെച്ചിട്ട് വടിയെടുക്കാൻ നിന്ന് നിങ്ങളെ വടിയാണ് തയമ്പാവുന്നല്ലാതെ ഇവിടെ ഒന്നും വരാല്ല. അജാതി പൊട്ടീസൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോളി. യഥാർത്ഥത്തിൽ ഇത് പാണക്കാട്ടെ തങ്ങളെയാണ് അലവി കുതിര കയറുന്നത്. എന്തേ? ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഒരു ഫൈസിയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഒരു പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഒരു പണ്ഡിത സഭയുടെ മെമ്പറാണ്. പോരാ, പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ പണ്ഡിതനാകുന്ന തങ്ങൾ പാപ്പ, ഫൈസിയായ തങ്ങൾ പാപ്പ ഒരു പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റുമാണ്. രാഷ്ട്രീയക്കാരുടെ അജണ്ട വേറെയാണ്. പണ്ഡിതന്മാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അലവി ഇത് മലർന്നു കിടന്ന് തുപ്പലാണ്. ഇത് പാണക്കാട്ടേക്ക് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും വെക്കുന്ന വെടിയാണ്. ഞങ്ങളുടെ നെതര് കാട്ടിയിട്ട് പാണക്കാട്ടെ തങ്ങളെ കുതിരയാക്കാണ് നിങ്ങള് അല്ലേ? അതുകൊണ്ട് പാണക്കാട്ടെ തങ്ങള് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മാതിരി ഉണ്ടാവും. ഇനി മൂപ്പര് പറയുന്നത് എന്താ? അങ്ങനെ രാഷ്ട്രീയക്കാരെടുക്കേണ്ട പണി പണ്ഡിതന്മാരെടുത്താൽ പണ്ഡിതന്മാർക്ക് അപമാനമൊക്കെ വരും. ആ അപമാനം വരുമ്പോ അത് സഹിക്കേണ്ടി വരും എന്നാ മൂപ്പര് പിന്നെ ബാക്കിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരെ പണിയെടുക്കട്ടെ. ഇത് പാണക്കാട്ടപ്പാപ്പാനോട് പറയണം. ബക്കറ്റ് പിരിവിന് പ്രവർത്തകര് വരുന്നുണ്ടോ? ഇങ്ങനെ കുറെ വാട്ടം പിടിച്ചിരിക്കുന്നു, ഞാൻ മറന്നതാ. അള്ളാഹു നല്ല വർക്ക് ചെയ്യട്ടെ, കബൂലാക്കട്ടെ. ഇതാരോടാ പറയണ്ടേ? AP ഉസ്താദിനോട് പറയണ്ട, അതുപോലെ ചിത്താരി ഉസ്താദിനോട് പറയണ്ട, അതുപോലെ റയീസുൽ ഉലമയോട് പറയണ്ട. ഞങ്ങളുടെ മുഷാവറിയിൽ ഒരാളും അങ്ങനത്തെ ഇടാകൂടത്തിലില്ല. എന്നാ ഇപ്പൊ നിങ്ങൾ പോയി പറയേണ്ടത് പാണക്കാട്ടപ്പാപ്പാന്റെ മിറ്റത്താണ്. നേരെ മറിച്ച് ആ ജോലി പണ്ഡിതന്മാരെടുത്താൽ സമുദായത്തിലുള്ള പേരും പെരുമയും മാന്യതയും നഷ്ടപ്പെടും. അതിൽ പിന്നെ വിലപിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ നഷ്ടപ്പെട്ടതാർക്കാ? നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പോക്കിരിത്തരം കാട്ടി നടക്കണതാരാ? ഒക്കങ്ങളല്ലേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാ. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ, ഫൈസിയായ പാപ്പ, പണ്ഡിതനായ പാപ്പ, മുഷാവറയുടെ മെമ്പറും പ്രസിഡന്റുമായ പാപ്പ, മൂപ്പരെ മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായി. അങ്ങനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുന്നണി കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ചപ്പോ എവിടെയൊക്കെയോ BJP-ക്കാരെ വോട്ട് വാങ്ങി എന്നുള്ള വർത്താനം വന്നു. സ്വാഭാവികമായും മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ CPM-ന്റെ അനുയായികൾക്ക് വിമർശിക്കാം. കാരണം മുസ്ലിം ലീഗിന്റെ അനുയായികൾ കോടിയേരിന കുതിരയൊക്കെ ഉണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ പറ്റും. ആ നിലക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വയനാടുള്ള പ്രവർത്തകൻ ഹൈദരലി തങ്ങൾ പാപ്പാനെ വെച്ചിട്ടൊരു കാർട്ടൂൺ വരച്ചു. ഹൈദരലി തങ്ങൾ പാപ്പയും അതുപോലെ തന്നെ BJP-യുടെ പ്രസിഡന്റായ കുമ്മനവും
ആ കുമ്മനവും ഒന്നിച്ചു നിന്നിട്ട് ഒരു കാർട്ടൂൺ വരച്ചു. കണ്ടങ്ങള് പുതിയാപ്പിളിയും പുതിയെണ്ണുമായിട്ട്. ഇതൊന്നും ഞമ്മള് കാർട്ടൂണല്ല, ഞമ്മള് ശരിയായ ചിത്രം തന്നെ വരക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ പാപ്പ പണ്ഡിതനാണ്, വൈസിയാണ്, പണ്ഡിത സഭയിൽ മെമ്പറും വൈസ് പ്രസിഡന്റുമാണ്. അപ്പണ്ഡിതനായ സയ്യിദ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായാൽ കോടിയേരിക്കും പിണറായിക്കും ഉമ്മൻചാണ്ടിക്കൊക്കെ കിട്ടുന്നത് പാണക്കാട്ടപ്പാപ്പാക്കും കിട്ടും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിന്റെ പേരിൽ വിചാരിച്ച് തൊള്ള പൂട്ടി നിൽക്കണ്ടേ? ഇവരെന്താ ചെയ്തത്? അതും ചെയ്തില്ല. ഇവര് ചെയ്തത് എന്താ? ആ കുട്ടിനെ മഹല്ലത്തുനിന്ന് ബഹിഷ്കരിച്ചു, മുജാഹിദിനെ ബഹിഷ്കരിച്ചൂല. അതുപോലെ ഞമ്മന്റെ പാർട്ടിക്കാരിഞ്ഞത് ചേകന്നൂരിനാണെങ്കിലും കുഴപ്പമില്ല. ഈ കുട്ടി ഈ കാർട്ടൂൺ വരച്ചു എന്നതിന്റെ പേരിൽ ഇയാളെ ബഹിഷ്കരിക്കാൻ എസ്കക്കാരാ. അങ്ങനെയൊക്കെ ചിത്രം വരച്ചതിന്റെ പേരിൽ ഒരു മഹല്ലത്തുനിന്ന് ബഹിഷ്കരിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം ബഹിഷ്കരിക്കേണ്ടത് ആരെയാ നിങ്ങള്? ഈ പഴയ മുഷാവറ നേതാക്കളുടെയൊക്കെ ഫോട്ടോ അങ്ങാടിയിൽ ഫ്ലെക്സ് ബോർഡാക്കി വെച്ച് കാക്കക്ക് കാഷ്ടിക്കാൻ വെച്ചു കൊടുക്കണ എസ്കക്കാരെയാണ് പുറത്താക്കേണ്ടത്, അല്ലേ? ഇതിലിപ്പോ എന്താ ഉള്ളത്? ഫോട്ടോ വരച്ചു എന്നുള്ളതാ കുഴപ്പം. അത് വരച്ചതാണെങ്കിലും എഴുതിയതാണെങ്കിലും എടുത്തതാണെങ്കിലും ഫ്ലെക്സ് ബോർഡിലാണെങ്കിലും കാർട്ടൂണിലാണെങ്കിലും ഒക്കെ കുഴപ്പം തന്നെയാണ്. അതിനൊക്കെ ഉള്ള കുറ്റം തന്നെയാണ്. നോക്കിങ്ങള്, അതിന്റെ പേരിൽ മഹല്ലത്തുനിന്ന് പുറത്താക്കിയത് ചാനൽ റിപ്പോർട്ട് ചെയ്യാം. നവമാധ്യമങ്ങളിലൂടെ സമുദായത്തിനെ ആക്ഷേപിച്ചുവെന്നാരോപിച്ച് വയനാട്ടിൽ യുവാവിനും കുടുംബത്തിനും മഹല്ല് കമ്മിറ്റി വക ഊരുവിലക്ക്. അമ്പലവയൽ ആനപ്പാറ സ്വദേശി ലബീബിനും കുടുംബത്തിനുമാണ് ആനപ്പാറ പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സിപിഐഎം പ്രവർത്തകനായ ലബീബ് ലീഗിനെതിരെ പ്രചരിപ്പിച്ച ചിത്രം സമുദായത്തിനു നിരക്കാത്തതാണെന്ന് ആരോപിച്ചാണ് വിലക്ക്. വാക്പോരുകളും രാഷ്ട്രീയ ചർച്ചകളും സജീവമായ ഫേസ്ബുക്കിൽ ലീഗ് നേതൃത്വത്തെ കളിയാക്കിയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് വയനാട് ആനപ്പാറ സ്വദേശിയായ ലബീബിനും കുടുംബത്തിനും പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. അപ്പൊ കോടിയേരിനെ പരിഹസിച്ചോനും പുറത്താക്കണ്ടേ? അതുപോലെ ഉമ്മൻചാണ്ടിനെ കളിയാക്കിയവനും പുറത്താക്കണ്ടേ? അപ്പൊ അലവിദാരിമി ഞമ്മളെ മുന്നിൽ വെച്ചിട്ട് പാണക്കാട്ടപ്പാപ്പാനെ തെറി പറയാ. കുട്ടികളെ, ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് 4 ചീത്ത പറഞ്ഞോളി അലവിദാരിമിനെ. കുറച്ചെങ്കിലും നിങ്ങൾക്ക് പാണക്കാട്ട തങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ. അല്ലാതെ ഞങ്ങളെയല്ലോ ഈ പറയുന്നത്. ഞങ്ങളെ മുഷാവറിൽ ആരും രാഷ്ട്രീയക്കാരില്ല. മാത്രമല്ല സഹോദരന്മാരെ, അപമാനം വരുന്നു മാത്രമല്ല, പാണക്കാട്ടപ്പാപ്പ ലീഗിന്റെ പ്രസിഡന്റും അതോടൊപ്പം പണ്ഡിതനും പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റുമായപ്പോ ദീനിന് തന്നെ പലതും വരുന്നില്ലേ? എന്താണത്? സമസ്തയുടെ നിലപാടുകൾക്ക് പ്രശ്നം വരികയാണ്. എ.പി. അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വഹാബി, ആ വഹാബി മരിച്ചപ്പോ അവിടെ പോകേണ്ടി വരികയാണ്. ഇതെന്തേ? ഇത് പണ്ഡിതന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ്. രാഷ്ട്രീയത്തിലൊരു ചേകന്നൂര് മെമ്പർഷിപ്പ് എടുത്താൽ ഓം മരിച്ചോടത്തും പാർട്ടിന്റെ പ്രസിഡന്റിന് പോകേണ്ടി വരും. അതേ സമയത്ത് പണ്ഡിതന്മാർക്കും സമസ്തന്റെ പ്രസിഡന്റുമാർക്കും പോകാൻ പറ്റൂല.